சரி அதை விடு. அவன் பேச்சாவது ஒழுங்கா பேசுறானா? இப்போ மெசேஜ் அமிச்சான், பட்டுக்குட்டி சாப்பிட்டியான்னு. என்ன பட்டுக்குட்டி செல்லக்குட்டி வெள்ளை ஜட்டின்னு? കടുപ്പാ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. ഇന്നത്തേതൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ മീഷോന്ന് ഒരു 4 സ്ട്രെയിറ്റ് പാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് പാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പെൻസിൽ പാൻസ്, എന്താ പറയുക, സിഗരറ്റ് പാൻസ് എന്നൊക്കെ പറയാറുണ്ട്. സ്ട്രെയിറ്റ് പാൻസിന് നമ്മുടെ കുർത്തീസിൻ്റെ കൂടെയും എന്താ പറയുക, ഷോർട്ട് ടോപ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻസാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വലി ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെയാണ് മേടിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ സ്ട്രെയിറ്റ് പാൻസ് മേടിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെയിറ്റ് പാൻസിന് എന്തിനാ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊരു വലിയ കാരണമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ തന്നെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഇത്. എന്നോടും ഒരുപാട് പേര് പറഞ്ഞു മീഷോയിലുള്ള പ്രോഡക്റ്റ്സ് ഒന്നും അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല, ലോ ക്വാളിറ്റി ആണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന, അതായത് ഓർഡർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പിക്ചറിൽ കാണുന്ന കളർ ആയിരിക്കില്ല, അല്ലെ ഡിസൈൻ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി ഭയങ്കര കുറഞ്ഞ ഒരു രീതിയിലാണ് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ ഉള്ളതാണോ ഇല്ലേ എന്നുള്ളത് ഒന്ന്. അതായത് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു മീഷോയിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന വേറൊരു പ്രൊഡക്റ്റിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മീഷോ മാത്രമല്ല, വേറെ എല്ലാ ആപ്ലിക്കേഷൻസും ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ഡ്രസ്സുകൾ ഉണ്ടാവും. എല്ലാ ഡ്രസ്സിനും ഒരേ ക്വാളിറ്റി ആയിരിക്കില്ല. നമ്മളിപ്പോൾ വെളിയിൽ പോയി വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ മീഷോനെ സപ്പോർട്ട് ഒന്നും അല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് പറയാണ്. നമുക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ മറ്റുള്ളവർ പറയുന്നതും കറക്റ്റ് ആണോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചു നോക്കിയതും ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നമ്മുടെ 4 പ്രോഡക്റ്റ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇട്ടിട്ടും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെയാണ് ഇതിൻ്റെ പാൻസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇത് മസ്റ്റർഡ് യെല്ലോ ആണ്. പിന്നെ ഇത് മിലിറ്ററി ഗ്രീൻ ആണ്. ആൻഡ് ഇത് ഒരു എന്താ പറയുക, മെറൂണും ഒരു വൈൻ റെഡൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ. മെറൂൺ തന്നെ വേണമെങ്കിൽ പറയാം. അതാണിത്. ഓക്കെ, ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ, മിലിറ്ററി ഗ്രീൻ ആണ്. ഞാൻ ഇത് തന്നെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തിനും എന്താ പറയുക, ക്വാളിറ്റി തന്നെ ഫസ്റ്റ് ഞാൻ പറയാം. ക്വാളിറ്റി അവർ എന്താ പറയുക പറഞ്ഞതുപോലെ തന്നെ, അതായത് അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കോട്ടൺ ആണെന്നുള്ളത്. അപ്പോൾ കോട്ടൺ തന്നെയാണിത്. അതായത് നമ്മുടെ ലിനൻ ഉണ്ടല്ലോ, ലിനൻ, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു 2% 3% എക്സ്ട്രാ ഒരു കട്ടിയുണ്ടായ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇതിൻ്റെ ക്ലോത്ത് ഇരിക്കുന്നത്. നല്ല കോട്ടൺ, അവർ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ തന്നെയാണ് കേട്ടോ. ലഗിൻ പോലെ അല്ലെ ജഗിൻസ് പോലെയൊന്നും ടൈറ്റായി നിൽക്കുന്നതല്ല ഇത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം. അല്ലാതെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് കട്ടിയില്ല കേട്ടോ, ഭയങ്കര കട്ടിയായിട്ട് അങ്ങനെയൊന്നുമല്ല. പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ, പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക ഇലാസ്റ്റിക് ഒന്നും അല്ല, ബാക്കിൽ മാത്രമേ ഇലാസ്റ്റിക് ആയിട്ട് വരുന്നുള്ളൂ. കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള പാക്കേജിംഗ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. വെളിയിലുള്ളത് മാത്രമാണ് എന്താ പറയുക പെട്ടെന്ന് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി. ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പം ഓക്കെ, അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നതെന്ന്. ഓക്കെ, ഇതാണ് മെയിനായിട്ട്. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. എല്ലാം ഞാൻ ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ട് തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇട്ടിട്ട് വരാം.
സംഭവങ്ങളൊക്കെ മനസ്സിലായില്ല. എങ്ങനെയാണ് എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റിച്ചിങ്ങിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കളറ് ഞാൻ അതിനകത്ത് അതായത് പിക്ചറിൽ കണ്ട അതേ കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ കണ്ട യെല്ലോ അല്ല എനിക്ക് കിട്ടിയത്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേപോലെയാണ്. എല്ലാ കളേഴ്സും ഞാൻ അതിൽ കണ്ടതുപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ കളേഴ്സും കൊള്ളാം, നല്ല കളേഴ്സാണ്. വേറെ ഇതിൽ തന്നെ വേറെ കോംബോ ഒക്കെ വരുന്നുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, നേവി ബ്ലൂ, ഇതെല്ലാം ഞാൻ അതിൽ കണ്ട അതേ കളർ തന്നെയാണ്. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഞാൻ സെലക്ട് ചെയ്ത കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തിനെ പറ്റിയും ഒരു ചെറിയൊരു ഐഡിയ വയ്ക്കുന്നത് നല്ലതാണല്ലോ. നമ്മൾ മീഷോ പറ്റി മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് നിന്നും വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറയുക, എല്ലാ പ്രോഡക്റ്റും ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കിതിലൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ ആണെന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഭയങ്കര കട്ടിയൊന്നുമില്ല ഇതിന്. കിട്ടിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നി. പിന്നെ കോട്ടൺ ആണെന്ന് പറഞ്ഞു, കോട്ടൺ ആണ്. കളേഴ്സും അത് തന്നെയാണ്, പിക്ചറിൽ കണ്ട അതേ കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റിച്ചും എല്ലാം ഓക്കെയാണ്. എനിക്ക് ഇട്ടപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ ലിനൻ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ലിനൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ലിനൻ ഇടുമ്പോൾ ഉള്ള ഒരു ഫീല് തന്നെയാണ് ഇത് ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.